പ്രിയമുള്ളവരെ, പ്രവാചകന്മാരിൽ മേജർ പ്രോഫറ്റ്സിൽ നാലാമത്തെ പ്രവാചകനാണ് ഡാനിയൽ. ഈ ദാനിയലിനെ സ്വപ്നങ്ങളുടെ പ്രവാചകൻ എന്നാണ് അറിയപ്പെടുന്നത്. ദ പ്രോഫറ്റ് ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ പ്രവാചകൻ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ദാനിയൽ പ്രവാചകൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 536 മുതൽ 530 വരെയുള്ള കാലങ്ങളാണ്. (636 മുതൽ 530 ഇടയിലുള്ള കാലഘട്ടമാണ്. ദാനിയേൽ തൻ്റെ മറ്റ് രണ്ട് സ്നേഹിതന്മാർ അവരൊന്നിച്ചാണ് പഠിച്ചിരുന്നത്. പണ്ഡിതന്മാരായിരുന്നു അവർ, ശാസ്ത്രത്തിലൊക്കെ നിപുണന്മാരാണ്. അങ്ങനെ പഠിക്കുന്ന കാലത്ത് തന്നെ വളരെ സാമർഥ്യമുള്ളതായ, വളരെ പരിജ്ഞാനമുള്ള ഒരു കുട്ടിയായിരുന്നു ദാനിയേൽ. യഹൂദിയിലാണ് അവർ ജീവിച്ചിരുന്നത്. നെബൂഖദ്നേസർ യഹൂദന്മാരെ നാട് കടത്തിയപ്പോൾ ആ കൂട്ടത്തിൽ ദാനിയേലും ഈ രണ്ട് സ്നേഹിതന്മാരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 3 കുട്ടികളെയും അങ്ങനെ കൊണ്ടുപോയിരുന്നു. പക്ഷേ അവർ വളരെ ബുദ്ധിയുള്ളവരും സമർത്ഥന്മാരുമായിരുന്നു. അങ്ങനെ അവരെ കൊണ്ടുപോയി അവരെ അടിമകളായി തുറുങ്കിലടച്ചു. അങ്ങനെ പാർപ്പിച്ചിരുന്ന കാലം ഈ നെബൂഖദ്നേസർ രാജാവിൻ്റെ 2 കാര്യ വിചാരകന്മാർ, അതായത് ഒരാൾ തനിക്ക് ഭക്ഷണപാനീയങ്ങളൊക്കെ തന്നെ സെർവ് ചെയ്യുന്ന ഒരു സെർവൻ്റായിരുന്നു. മറ്റൊരാൾ വേറൊരു തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. ഇവർ രണ്ടുപേരും എന്തോ തെറ്റുകൾ ചെയ്ത് ആ തെറ്റുകൾ ചെയ്തിട്ട് അവരെ കൂടെ ഈ ദാനിയേലിൻ്റെ കൂടെ കൊണ്ടുവന്ന് ആ തുറുങ്കിലടയ്ക്കും. അങ്ങനെ ദാനിയേലിൻ്റെ കൂടെ അങ്ങനെ ആ തുറുങ്കിൽ അടച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദാനിയേൽ ഇവരുടെ 2 പേരെയും വിളിച്ചിട്ട് പറയും, നിങ്ങളിൽ ഒരാളെ തൂക്കിക്കൊല്ലും, മറ്റേ ആളെ സ്വതന്ത്രനാക്കി വിടും എന്ന് പറഞ്ഞു. അതിനയാളൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് അവിടുന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഭക്ഷണപാനീയ വിതരണമായ സെർവൻറ്റ്, അതായത് ആ വെയിറ്ററെ തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ വീണ്ടും ആ സ്ഥാനത്ത് നിയോഗിക്കുന്നു. മറ്റേ ദാസനെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ പൊരുൾ തിരിച്ചറിയാൻ വേണ്ടി താൻ രാജാക്കന്മാരുടെ മന്ത്രിമാരെയും അതുപോലെ തന്നെ ന്യായപ്രമാണിമാരെയും മറ്റുള്ള പലരെയും മജീഷ്യൻസിനൊക്കെ വിളിക്കുകയാണ്, ക്ഷണിച്ചു വരുത്തി അദ്ദേഹം കണ്ട സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ പറയും. അവർക്ക് ആർക്കും കഴിഞ്ഞില്ല, അത് എന്താണ് സംഭവം എന്ന് പറയാൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞതായ ഈ രാജാവിൻ്റെ ഈ സെർവൻറ്റ് അവൻ പറയും, ഇങ്ങനെ എൻ്റെ കൂടെ ജയിലിൽ കിടന്നിരുന്നതായ ഒരു യഹൂദ പയ്യനുണ്ട്, ഒരു പക്ഷേ അവന് കഴിഞ്ഞേക്കും ഇതിൻ്റെ വ്യാഖ്യാനം തരാൻ എന്ന് രാജാവിനോട് പറയും. അങ്ങനെ രാജാവ് അവനെ വിളിച്ചു വരുത്തുകയാണ്. ദാനിയേലിനെ വിളിച്ചു വരുത്തി അവനോട് ഈ കാര്യങ്ങളൊക്കെ പറയും. രാജാവിനോട് പറയും, നിങ്ങൾ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇന്നതാണെന്ന് അതിൻ്റെ പൊരുൾ തിരിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുക്കും. അതൊക്കെ അക്ഷരമതി ശരിയാകുകയും ചെയ്തു. അങ്ങനെ രാജാവ് എന്ത് ചെയ്യുന്നു, ദാനിയേലിനെ
തുറുങ്കിൽ നിന്നും വിളിച്ചു വരുത്തി അവന് വേണ്ടത് എല്ലാ വിധത്തിലായ വേഷഭൂഷാദികളും അണിഞ്ഞ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കുകയും അതുപോലെ തന്നെ പ്രധാന നിയമജ്ഞനാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഉപദേശകൻ ആക്കുകയും ചെയ്തു. അങ്ങനെ രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് പിന്നെ ദാനിയേൽ പ്രവാചകനെ നാം കാണുന്നത്. ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ മാത്രമല്ല, അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ളതായ രാജാക്കന്മാരായ ഡാരിയസും അതുപോലെ തന്നെ ഡയനുഷ്യസ്, ഇങ്ങനെ രണ്ട് രാജാക്കന്മാരുടെ കാലത്ത് കൂടി ഈ പറയുന്ന ഡാനിയേൽ മന്ത്രിയായിരുന്നു, അവരുടെ ഉപദേശകൻ കൂടിയായിരുന്നു. ഈ പറയുന്നതായ ദാനിയേൽ 70 വർഷം രാജ്യത്തിൽ മന്ത്രിയായി ഉപദേശകനായി ജീവിച്ചു വന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് ഡാരിയസും മറ്റൊന്ന് സൈറസാണ്. നെബൂഖദ്നേസറിന് ശേഷം ഡാരിയസ്, സൈറസ്, ഇങ്ങനെ 3 രാജാക്കന്മാരുടെ കീഴിലാണ് അദ്ദേഹം ഇങ്ങനെ ജോലി നോക്കിയിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ടിരുന്നതായ എല്ലാ സ്വപ്നങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു. ആ പുസ്തകമാണ് ഇന്നത്തെ ദാനിയേൽ പ്രവാചക പുസ്തകം. അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അരാമ്യ ഭാഷയാണ്, യേശുവിൻ്റെ ഭാഷ തന്നെയാണ്. യേശു ക്രിസ്തുവും അരാമ്യ ഭാഷക്കാരനാണ്, നമുക്കറിയാമല്ലോ. അങ്ങനെ ഈ പറയുന്ന പുസ്തകത്തിൽ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് ഏകദേശം യോഹന്നാൻ്റെ വെളിപാട് പുസ്തകം ഉണ്ടല്ലോ, പുതിയ നിയമത്തിൻ്റെ അവസാന ഭാഗമായ വെളിപ്പാട് പുസ്തകം, റെവലേഷൻ, അത് രണ്ടും ഏകദേശം സാമ്യമാണ്. ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. അത് കുറേ മൃഗങ്ങളെ കാണുന്നു, അതുപോലെ തന്നെ മറ്റ് സ്വപ്നങ്ങളെ, ഇതേപോലെ സ്വപ്നങ്ങളിൽ മറ്റ് പലതും കാണുന്നു. അതൊക്കെ വരാൻ പോകുന്ന കാര്യമാണ്. ലോകാവസാനത്തെക്കുറിച്ചും അതിനു മുമ്പ് യേശു ക്രിസ്തു വരുന്നതിനെക്കുറിച്ചും യേശു ക്രിസ്തു വന്നതിന് ശേഷം ഇവിടെ നടക്കുന്നതായ മില്ലേനിയത്തെക്കുറിച്ചും ഒക്കെ തന്നെ അതിനകത്ത് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ വെളിപാടിന് മുമ്പ് ദാനിയേൽ കണ്ട ആ സ്വപ്നവുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ്. 70ാമത്തെ വയസ്സിൽ ഈ പറയുന്ന ഡാനിയേൽ തിരിച്ച് ജെറുസലേമിലേക്ക് തന്നെ പോകുന്നു. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്രയും പ്രഗത്ഭനായ ഈ പ്രവാചകൻ്റെ മരണം എവിടെ വെച്ചാണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ കല്ലറ എവിടെയാണെന്നും ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് എവിടെയും എഴുതി രേഖപ്പെടുത്തിയായിട്ട് കാണുന്നില്ല. ഇദ്ദേഹം യേശുവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ള 2 കാര്യങ്ങളിൽ ഒന്ന് 2-ാം അധ്യായം 44-ാം വാക്യം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊക്കെ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായിട്ടാണ് കാണാൻ കഴിയുക. 44-45 വാക്യങ്ങൾ. മറ്റൊന്ന് 9-ാം അധ്യായത്തിൽ 24 മുതൽ 24-26 വാക്യങ്ങൾ നോക്കി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ 4 മേജർ പ്രവാചകന്മാരുടെ ജീവചരിത്രം വളരെ ചുരുക്ക രൂപത്തിലാണ് ഞാൻ നിങ്ങളോട് മുമ്പ് അറിയിക്കുന്നത്. കാരണം ഇത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കുട്ടികൾക്കാണ്, സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അപ്പോൾ അവർക്കാണിത് ഏറ്റവും എളുപ്പത്തിൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞത്. മറ്റേത് പഠിക്കുമ്പോൾ കണ്ടമാനമുണ്ട് ഇത് പഠിക്കാൻ. അപ്പോൾ ചെറുതായി വളരെ കുറഞ്ഞ വാക്കുകളിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. എന്തായാലും എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.